ഹായ്, എല്ലാവർക്കും ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് പെസഹ പാൽ റെസിപ്പിയുമായിട്ടാണ്. പണ്ട് മുതൽക്കേ പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. പെസഹ അപ്പത്തിൻ്റെ കൂടെയാണ് നമ്മളിത് കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പെസഹ പാൽ കുറുക്കിയെടുക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. വീഡിയോയിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പെസഹ പാൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടിയോ ഏതെങ്കിലും ഒരു പാത്രമോ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്യരുത്. നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഏകദേശം 150 ഗ്രാം ശർക്കരയും ചേർത്ത് കൊടുക്കാം. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അരമുറി തേങ്ങയാണ് ഞാൻ ഇതിൻ്റെ പാലെടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് 2ാം പാലാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ തന്നെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. പാല് കുറുക്കിയെടുക്കാനായിട്ട് അരമുറി തേങ്ങയുടെ പാല് മതിയാകും. ഇതിൻ്റെ 1ാം പാലും 2ാം പാലും സെപ്പറേറ്റ് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പെസഹ പാലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. എളുപ്പത്തിൽ കട്ട റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചാലും മതിയാകും. അല്ലെങ്കിൽ ആദ്യം അല്പം വെള്ളം ചേർത്ത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ 1/2 ഗ്ലാസ് കൂട്ടി ഒരുമിച്ച് പിഴിഞ്ഞെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏലക്കപ്പൊടി കൂടെ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. കട്ട കെട്ടാതെ തന്നെ നമുക്ക് ഈ പാൽ കുറുക്കിയെടുക്കണം. സ്പൂണോ തവിയോ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കട്ട റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിച്ച വിസ്ക് ഉപയോഗിച്ചാലും മതിയാകും. കുറച്ച് സമയമെടുക്കും. ഇതുപോലെ കട്ട കെട്ടാതെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ട് ഫ്ലെയിം വളരെ ലോയിൽ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പാല് ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. നോർമലായിട്ട് പെസഹ അപ്പത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പാല് കഴിക്കുന്നത്. വെള്ള കളറിലുള്ള പെസഹ പാലാണ് വേണ്ടതെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര തന്നെ ചേർത്താൽ മതിയാകും. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിട്ട് പെസഹ പാൽ കുറുക്കിയെടുക്കരുത്. ഇത് കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ നന്നായിട്ട് ഫ്ലെയിം കുറച്ചതിന് ശേഷം വളരെ സമാധാനത്തിൽ പതുക്കെ കുറുക്കിയെടുക്കണം. നമ്മുടെ പെസഹ പാൽ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. തേങ്ങാപ്പാലിലും റെഡിമെയ്ഡ് പാലിലും ഇതുണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ പെസഹ പാൽ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്പൂണിൽ നിന്ന് ഒഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1ാം പാലാണിത്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് ഉണ്ട്.
ഈ പാൽ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാല് തിളച്ച് പോകാതെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെസഹ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെസഹ പാൽ കഴിക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി വേണം കഴിക്കാനായിട്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാല് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ഈ പെസഹയ്ക്ക് പാലൊന്ന് കുറുക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you for watching.